എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വസ്തു വിറ്റ് കുഴപ്പത്തിലാകാതിരിക്കാൻ അറിയേണ്ട നികുതി ബാധ്യതയുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വസ്തുവിൻ്റെ ക്രയവിക്രയം ഒരു സാധാരണ വ്യവഹാരമാണ്. പക്ഷേ അറിയേണ്ട ചിലത് അറിഞ്ഞില്ല എങ്കിൽ അത് നമ്മളെ കുഴപ്പത്തിൽ ആക്കുന്നതാണ്. അതിനാൽ വസ്തു വിൽപ്പന സംബന്ധിച്ചുള്ള ആദായ നികുതി നിയമങ്ങൾ മനസ്സിലാക്കുകയും നികുതി ബാധ്യത എത്രയെന്ന് അറിയുകയും ചെയ്താൽ ഭാവിയിൽ നിയമപ്രശ്നങ്ങളും ശിക്ഷാ നടപടികളും ഉണ്ടാകുന്നത് ഒഴിവാക്കാവുന്നതാണ്. 2024-25 സാമ്പത്തിക വർഷത്തെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാനുള്ള അവസാന തീയതി ഈ മാസം 15-ാം തീയതിയാണ്. നിങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം 30 ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള വസ്തു വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കുവാൻ നിയമപ്രകാരം ബാധ്യത ഉണ്ടായിരിക്കുന്നതാണ്. പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെടുത്തി മൂലധന നേട്ട നികുതി എന്താണെന്ന് പരിശോധിക്കാം. വീടോ സ്ഥലമോ വിൽക്കുമ്പോൾ വാങ്ങിയ വിലയേക്കാൾ കൂടുതൽ ലഭിക്കുക സാധാരണമാണ്. ഇങ്ങനെ ലഭിക്കുന്ന ലാഭത്തെ മൂലധന നേട്ടം എന്നാണ് വിളിക്കുന്നത്. ഇതിന് നികുതി ഉണ്ടായിരിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ 15 ലക്ഷത്തിന് വാങ്ങിയ വസ്തു 2-3 വർഷങ്ങൾക്ക് ശേഷം 17 ലക്ഷത്തിന് വിൽക്കുന്നുവെന്ന് കരുതുക. അധികമായി ലഭിച്ച 2 ലക്ഷത്തിനെയാണ് നികുതി നൽകേണ്ടത്. ഈ നികുതിയെയാണ് ക്യാപിറ്റൽ ഗെയിൻഡ് ടാക്സ് അഥവാ മൂലധന നേട്ട നികുതി എന്ന് പറയുന്നത്. ഈ മൂലധന നേട്ട നികുതിയെ തന്നെ 2 തരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും നികുതി ബാധ്യത കണക്കാക്കുന്നത് മൂലധന നേട്ടത്തെ ഹ്രസ്വകാല മൂലധന നേട്ടമെന്നും ദീർഘകാല മൂലധന നേട്ടമെന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. 2 വർഷത്തിൽ കുറഞ്ഞ കാലം ഒരാളുടെ ഉടമസ്ഥതയിലായിരുന്ന സ്ഥലമോ വീടോ വിൽക്കുമ്പോൾ കിട്ടുന്ന അധിക വരുമാനം STCG ആണ്. വസ്തു വാങ്ങി 2 വർഷം കഴിഞ്ഞാണ് വിൽക്കുക എങ്കിൽ കിട്ടുന്ന ലാഭം LTCG ആണ് കണക്കാക്കുന്നത്. നികുതിയും 2 തരത്തിൽ ഉണ്ടാകുന്നതാണ്. ഈ നേട്ടങ്ങൾക്കും പ്രധാനമായിട്ടും വ്യത്യസ്ത രീതിയിലും നിരക്കിലുമാണ് നികുതി അടയ്ക്കേണ്ടത്. പ്രധാനമായിട്ടും ഹ്രസ്വകാല മൂലധന നേട്ടത്തിനുള്ള നികുതി മറ്റു വരുമാന നികുതിയുടെ കൂടെ സാധാരണ നിരക്കിൽ അടയ്ക്കാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരാൾ 7 ലക്ഷം രൂപ വാർഷിക വരുമാനവും അതോടൊപ്പം തന്നെ 2 ലക്ഷം രൂപ വീട് വിറ്റ വക ഹ്രസ്വകാല മൂലധന നേട്ടവും ലഭിച്ചുവെന്ന് കരുതേണ്ടതാണ്. ഇയാളുടെ ശമ്പള വരുമാനമായിട്ടുള്ള 7 ലക്ഷത്തിൻ്റെ കൂടെ ഈ 2 ലക്ഷവും കൂടി ചേർത്ത് 9 ലക്ഷത്തിനാണ് ആദായ നികുതി കണക്കാക്കുന്നത്. ഇതിന് നികുതി സ്ലാബ് പ്രകാരമുള്ള തുക അടച്ചാൽ മതിയായിരിക്കും. എന്നാൽ ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ബാധ്യത വ്യത്യസ്തമാണ്. വിൽപ്പനയിലൂടെ നേടുന്ന അധിക വരുമാനത്തിൻ്റെ 20% ഇതിന് നികുതി നൽകേണ്ടതാണ്. ഈ നികുതി എങ്ങനെ കണക്കാക്കും എന്ന് നമുക്ക് പരിശോധിക്കാം. പ്രധാനമായിട്ടും വസ്തുവിന് വാങ്ങിയ സമയത്തെ മൂല്യമല്ല വിൽക്കുന്ന സമയത്തിന് ഉണ്ടായിരിക്കുന്നത്. പണപ്പെരുപ്പമുള്ള ഇതിന് പ്രധാനമായിട്ടും കാരണം ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് ആദായ നികുതി വകുപ്പ് വസ്തു വിൽപ്പനയിലെ ദീർഘകാല മൂലധന നേട്ടം കണക്കാക്കുന്നതാണ്. വിറ്റ വിലയിൽ നിന്ന് വാങ്ങിയ വില കുറച്ചല്ല, പകരം 2001 മുതൽ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എന്ന സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രധാനമായിട്ടും കണക്കാക്കുന്നത്. ഇതിനുവേണ്ടി ഇൻകം ടാക്സ് India.Government.in എന്ന വെബ്സൈറ്റിൽ ഓരോ വർഷത്തെയും കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സിൻ്റെ പട്ടിക ലഭ്യമാകും. ഇതുപയോഗിച്ചുകൊണ്ട് LTCG കണക്കാക്കുന്ന വിധം ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. 2016 50 ലക്ഷത്തിൻ്റെ വീട് വാങ്ങി 2023 75 ലക്ഷത്തിന് വിറ്റെന്ന് കരുതുക. ഇവിടെ വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് 264 വിറ്റ വർഷത്തെ ഇൻഡെക്സ് 348 ആണ്. ആദ്യം വാങ്ങിയ വില 50 ലക്ഷമാണ്. വിറ്റ വർഷത്തെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 348 ആണ്. പ്രധാനമായിട്ടും ആദ്യം വാങ്ങിയ വിലയെ 50 ലക്ഷം രൂപ വിറ്റ ആദ്യ വർഷത്തെ ഇൻഡെക്സ് 348 കൊണ്ട് ഗുണിക്കേണ്ടതാണ്. ഗുണിച്ച് കിട്ടുന്ന ഫലത്തെ 174 കോടി ആണെന്ന് കരുതുക. വാങ്ങിയ വർഷത്തെ ഇൻഡെക്സ് പ്രധാനമായിട്ടും -264 കൊണ്ട് ഹരിക്കേണ്ടതാണ്. അപ്പോൾ കിട്ടുന്ന തുക 65.91 ലക്ഷം രൂപയാണ്. വിറ്റ വിലയിൽ 75 ലക്ഷം രൂപ കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് മൂലധന നേട്ടം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇതിൻ്റെ 20% നികുതി നൽകേണ്ടത്. പ്രധാനമായിട്ടും വസ്തു വാങ്ങി അതിൽ വല്ല പരിഷ്കരണവും വരുത്തിയ വകയിൽ മതിൽ കെട്ടുക, കിണർ കുഴിക്കുക, റോഡ് വെട്ടുക തുടങ്ങിയ ചിലവ് വന്നിട്ടുണ്ട് എങ്കിൽ അതുകൂടി
LTCGയിൽ നിന്ന് കുറച്ച് നികുതി കണക്കാക്കിയാൽ മതി. അടുത്തതായിട്ട് പരിശോധിക്കുന്നത് പാരമ്പര്യ സ്വത്തിൻ്റെ നികുതി കണക്കാക്കുന്നതുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ്. പാരമ്പര്യമായോ ഇഷ്ടദാനമായോ ലഭിച്ച വസ്തുവിനെ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭത്തിനും മൂലധന നേട്ടത്തിനും നികുതി ബാധകമാണ്. ഇങ്ങനെ ലഭിച്ചു എന്നതല്ല, പ്രധാനമായിട്ടും എത്ര ലഭിച്ചു എന്നതാണ് ഇവിടെ ആദായ നികുതി വകുപ്പ് ശ്രദ്ധിക്കുന്ന കാര്യം. അതിനാൽ പാരമ്പര്യ സ്വത്താണ് എന്ന പേരിൽ നികുതി അടയ്ക്കാതിരുന്നാൽ പിന്നീട് അടയ്ക്കേണ്ടി വരുന്നതാണ്. കൃഷിഭൂമി വിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് പരിശോധിക്കാം. കൃഷിഭൂമിയുടെ ക്രയ വിക്രയത്തിൻ്റെ കാര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള വ്യവസ്ഥയാണ് ആദായ നികുതി നിയമത്തിലുള്ളത്. കൃഷിഭൂമി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഉള്ളതാണ് എങ്കിൽ വിൽക്കുമ്പോൾ കിട്ടുന്ന ലാഭം മൂലധന നേട്ടമായിട്ട് കരുതുന്നതാണ്. അതിന് നികുതി അടയ്ക്കേണ്ടി വരുന്നതാണ്. പഞ്ചായത്ത് അതിർത്തിയിലുള്ളത് ആണ് എങ്കിൽ നികുതി ബാധ്യത ഉണ്ടായിരിക്കുന്നതല്ല. മുനിസിപ്പാലിറ്റി അതിർത്തിയോട് അടുത്ത് കിടക്കുന്ന കൃഷിഭൂമിയുടെ കാര്യത്തിൽ പക്ഷേ അങ്ങനെയല്ല. നിയമം കുറച്ച് സങ്കീർണമാണ്. മുനിസിപ്പാലിറ്റിയുടെ ഭൂമിശാസ്ത്ര പരിധിയും കടന്ന് 2 കിലോമീറ്റർ ആകാശ ദൂരത്തിനുള്ളിലാണ് കൃഷിഭൂമി ഉള്ളത് എങ്കിൽ അത് പഞ്ചായത്തിലാണ് എന്ന് വാദിച്ചിട്ട് നിലവിൽ കാര്യമില്ല. അതിന് പഞ്ചായത്തിലെ കൃഷിഭൂമിയുടെ വിൽപ്പനയ്ക്ക് ലഭിക്കുന്ന നികുതി ഇളവ് ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ പഞ്ചായത്തിലെ കൃഷിഭൂമി വിൽക്കുമ്പോൾ ദൂരപരിധി കൃത്യമായിട്ട് കണക്കാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് മൂലധന നേട്ട നികുതി എങ്ങനെ ഒഴിവാക്കാമെന്ന് പരിശോധിക്കാം. ദീർഘകാല മൂലധന നേട്ടത്തിനുള്ള നികുതിയിൽ നിന്ന് നിയമപ്രകാരം തന്നെ ഒഴിവാകാനോ ചില കഴിവുകൾ നേടുവാനോ നികുതിദായകർക്ക് അവകാശമുണ്ടായിരിക്കുന്നതാണ്. അധികം ലഭിച്ച തുക എന്തിന് എപ്പോൾ ഉപയോഗിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആദായ നികുതി നിയമം സെക്ഷൻ 54 പ്രകാരമുള്ള ഈ ഒരു സൗകര്യം ലഭ്യമാകുന്നത്. മൂലധന നേട്ടം ലഭിച്ച ശേഷം 2 വർഷത്തിനുള്ളിൽ ഒരു വീട് വാങ്ങിയാൽ അതിന് നൽകിയ തുകയ്ക്ക് നികുതി അടയ്ക്കേണ്ടതായിട്ട് വരുന്നതല്ല. അതുപോലെ മൂലധനത്തിന് നേട്ടം ലഭിച്ചതിന് ശേഷം 3 വർഷത്തിനുള്ളിൽ പുതിയ വീട് നിർമ്മിച്ചാലും നമുക്കിവിടെ നികുതിയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. വസ്തു വിറ്റ് ലാഭം നേടുന്നതിന് 1 വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ വീടാണ് എങ്കിലും ഈ ഇളവ് ലഭ്യമാകുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്. വസ്തു വിറ്റ് കിട്ടിയ ലാഭത്തിൽ നിന്ന് എത്ര തുകയാണോ വീട് വാങ്ങാനോ നിർമ്മിക്കാനോ ചിലവായതെന്ന് അത്രയും തുക മാത്രമേ നികുതി ബാധ്യത കണക്കാക്കുമ്പോൾ കുറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. ആദായ നികുതി നിയമം പറയുന്ന സമയപരിധിക്കുള്ളിൽ എപ്പോഴെങ്കിലും വീട് വയ്ക്കുകയോ വാങ്ങാനോ ആണ് പദ്ധതിയെങ്കിൽ തുക കയ്യിൽ സൂക്ഷിക്കരുത്. പകരം ദേശീയ സാക്ഷരത ബാങ്കിലെ ക്യാപിറ്റൽ ഗെയിൻഡ് സേവിങ്സ് അക്കൗണ്ട് സ്കീമിൽ നിക്ഷേപിക്കാവുന്നതാണ്. ഈ ഒരു തുക മറ്റ് ആവശ്യങ്ങൾക്ക് പിൻവലിക്കുകയാണ് എങ്കിൽ നമുക്ക് നികുതി ഇളവ് ലഭ്യമാകുന്നതല്ല. മാത്രവുമല്ല, ഒരാൾക്ക് 2ൽ കൂടുതൽ വീട് വയ്ക്കാനോ വാങ്ങുവാനോ ഈ ഒരു മൂലധന നേട്ടം ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല. വീട് വേണ്ടെങ്കിൽ നമുക്കിത് നിക്ഷേപിക്കുവാൻ സാധിക്കുന്നതാണ്. വീട് വേണ്ട എന്നാണെങ്കിൽ 50 ലക്ഷം രൂപ വരെ കേന്ദ്ര സർക്കാർ ബോണ്ടുകളിൽ നിക്ഷേപിച്ചും മൂലധന നേട്ട നികുതി ബാധ്യതയിൽ നിന്ന് ഒഴിവാകാവുന്നതാണ്. ആ നിക്ഷേപത്തിൽ നിന്ന് ലഭിക്കുന്ന പലിശയ്ക്കും 100% നികുതി ഇളവ് ഉണ്ടായിരിക്കുന്നതാണ്. എന്നാൽ ഹ്രസ്വകാല മൂലധന നേട്ടത്തിനുള്ള നികുതി ഒരിക്കലും ഒഴിവാക്കുവാൻ സാധിക്കുന്നതല്ല. അത് നിർബന്ധമായിട്ടും അടയ്ക്കേണ്ടതാണ്. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.